എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ധന്യവാദം. ശരി അനീഷ്. കൊല്ലം പൂയപ്പള്ളിയിൽ യുവതി മരിച്ചത് പട്ടിണി കിട്ടതിനെ തുടർന്നെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മരിക്കുമ്പോൾ അസ്ഥികൂടം പോലെ ചുരുങ്ങിയ യുവതിക്ക് 20 കിലോഗ്രാം മാത്രം ഭാരമാണ് ഉണ്ടായിരുന്നതെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. സംഭവത്തിൽ അറസ്റ്റിലായ യുവതിയുടെ ഭർത്താവിനെയും അമ്മായിയമ്മയെയും കോടതി റിമാൻഡ് ചെയ്തു. മാർച്ച് 21 രാത്രിയാണ് കരുനാഗപ്പള്ളി അയനിവേലിക്കകത്ത് സ്വദേശിയായ യുവതിയെ ഭർത്താവിന്റെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 27-കാരിയായ തുഷാര മരിക്കുമ്പോൾ 20 കിലോഗ്രാം മാത്രമായിരുന്നു ശരീരഭാരം. ശരീരം അസ്ഥികൂടം മാത്രമായി ചുരുങ്ങി. പഞ്ചസാര വെള്ളവും കുതിർത്ത അരിയുമായിരുന്നു ഭർത്താവും അമ്മായിയമ്മയും തുഷാരയ്ക്ക് നൽകിയ ഭക്ഷണം. ആഹാരം ലഭിക്കാത്തതും ശാരീരികവും മാനസികവുമായ പീഡനവുമാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. സംഭവത്തിൽ ഭർത്താവിനെയും അമ്മായിയമ്മയെയും പൂയപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. പൂയപ്പള്ളി ചെങ്കുളം പറണ്ടോട് ചരുവിള വീട്ടിൽ ഗീതാലാൽ, മകൻ ചന്തുലാൽ എന്നിവരാണ് അറസ്റ്റിലായത്. ഇവർക്കെതിരെ സ്ത്രീധന പീഡന നിരോധന നിയമം, കൊലപാതകം എന്നീ കുറ്റങ്ങൾ ചുമത്തി. മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്ത ഇരുവരെയും കൊട്ടാരക്കര സബ് ജയിലിലേക്ക് മാറ്റി. 1 വർഷമായി മകളെ കാണാൻ ഭർത്തൃവീട്ടുകാർ അനുവദിച്ചില്ലെന്ന് തുഷാരയുടെ അമ്മ വിജയലക്ഷ്മി പറഞ്ഞു. മകളെ ഉപദ്രവിക്കുമെന്ന ഭയത്താലാണ് പരാതി നൽകാതിരുന്നതെന്നും തുഷാരയുടെ അമ്മ പറയുന്നു. എനിക്കിവിടെ സുഖമാണ്, നിങ്ങളാരും ഇങ്ങോട്ട് വരെയും പോവുകയും വേണ്ട എന്ന് എൻ്റെ മകളെ കൊണ്ട് പറഞ്ഞു പറയിച്ചതാണെന്ന് ഇപ്പോഴാണ് നമ്മളറിയുന്നത്. നമ്മളും വിചാരിച്ച് നമ്മളായിട്ട് ഞങ്ങൾ കുഞ്ഞിനെ കുടുംബജീവിതത്തിനൊരു കോട്ടം നട്ടുണ്ടല്ലോ എന്ന് കരുതി നമ്മൾ അനങ്ങാതിരുന്നത്. നമ്മളറിയില്ല ഈ കൊലവാക്കി വെച്ചിരിക്കുകയാണെന്നുള്ളത്. 3 വർഷം മുൻപായിരുന്നു തുഷാരയുടെയും ചന്തുലാലിന്റെയും വിവാഹം. സ്ത്രീധന തുകയിൽ 2 ലക്ഷം രൂപ കൂടി ആവശ്യപ്പെട്ടായിരുന്നു ഭർത്തൃവീട്ടിലെ പീഡനം. തുക നൽകാതിരുന്നതിനെ തുടർന്ന് ഭർത്താവും അമ്മായിയമ്മയും ചേർന്ന് തുഷാരയെ പട്ടിണിക്കിടുകയായിരുന്നുവെന്നാണ് പൂയപ്പള്ളി പോലീസ് പറയുന്നത്.